الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسه أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധാപൂർവം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് തൊട്ട് മുമ്പുള്ള കടുത്ത പരീക്ഷണത്തിൻ്റെ കാലഘട്ടം, ശത്രുക്കളുടെ കൊടിയ പീഡനങ്ങൾ, ശഅബ് അബീ ത്വാലിബ് എന്ന മലമുകളിലുള്ള പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ടുള്ള വർഷങ്ങളോളമുള്ള ജീവിതം, തൻ്റെ പ്രിയതമയും തൻ്റെ ജീവിതത്തിൻ്റെ താങ്ങും തണലുമായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മരണം, തൻ്റെ ബന്ധുക്കളിൽ നിന്ന് വല്ല നിലക്കുമുള്ള സഹായം ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് യാത്ര പോയെങ്കിലും തൻ്റെ ബന്ധുക്കളും കുടുംബക്കാരുമായ ആളുകൾ വളരെ ക്രൂരമായ രൂപത്തിൽ പെരുമാറുകയും എറിഞ്ഞ് ആട്ടുകയും ചെയ്തിട്ടുള്ള സംഭവം, ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആരായാലും ഇടറിപ്പോവുകയും പതറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അരങ്ങേറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് ഒരു സമ്മാനമായി, സമാധാനമായി, സാന്ത്വനമായി, സമാശ്വാസമായി നൽകിയിട്ടുള്ള തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. പ്രവാചകരെ, അങ്ങയെ ആര് കൈവിട്ടാലും, ആര് അങ്ങയെ എത്ര ക്രൂരമായി മർദ്ദിച്ചാലും
ആര് അങ്ങയെ ആട്ടിയോടിച്ചാലും അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങക്ക് ഞാനുണ്ട് തുണ. വാനലോകത്തുള്ള മാലാഖമാർ അങ്ങയോടൊപ്പമുണ്ട്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെയും അങ്ങയോടൊപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയിട്ടുള്ള ഒരു മുഅ്ജിസത്ത്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവത്തിന് 2 ഘട്ടമാണുള്ളത്. അതിലൊന്നാമത്തെ ഘട്ടം ഇസ്രാ എന്നതാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നേരിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. മിഅ്റാജിനെ കുറിച്ചുള്ള സൂചന മാത്രമാണ് ആയത്തുകളിലുള്ളത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു ഇസ്രാഇനെ കുറിച്ച് പറയുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ മക്കയിലെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ രാപ്രയാണം ചെയ്യിപ്പിച്ചിട്ടുള്ള അല്ലാഹു പരമപരിശുദ്ധനാണ് എന്ന്. അപ്പം മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ ജറൂസലമിലെ മസ്ജിദുൽ അഖ്സ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയല്ല, ഒരു രാത്രിയുടെ അല്പഭാഗം കൊണ്ട് തന്നെ കൊണ്ടു ചെന്നിട്ടുള്ള, അവിടെ നിന്ന് അങ്ങോട്ട് ആകാശാരോഹണവും നടത്തിയിട്ടുണ്ട്. അവിടം വരെ എത്തിയതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് മക്കയിൽ നിന്ന് ഇന്ന് ജറൂസലമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് 1480 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്യുവാനുണ്ട്. അക്കാലഘട്ടത്തിൽ അവരുടെ യാത്രാമാർഗം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്താൽ 2 മാസത്തെ വഴിദൂരമുണ്ട്. ആ യാത്ര പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു അത്ഭുത സംഭവമാണ്. പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടം ഒരു 1-1.5-2 വർഷം മുമ്പ് കൃത്യമായി എന്നാണ് എന്ന് പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് റജബ് 27-നാണ് എന്ന് പറയുന്നുണ്ട്, റബിയുൽ അവ്വലിലാണ് എന്ന് പറയുന്നുണ്ട്, റമളാനിലാണ് എന്ന് പറയുന്നുണ്ട്, മുഹറം മാസത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രകാരന്മാർക്കിടയിൽ ഈ വിഷയം എന്നുണ്ടായി എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായമില്ല. കാരണം അതിൽ ആ മാസത്തിലോ അതിലെ ഏതെങ്കിലും ദിവസങ്ങളിലോ പ്രത്യേകമായ എന്തെങ്കിലും ആരാധനകൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, മറ്റെന്തെങ്കിലുമാകട്ടെ, ഒന്നും തന്നെ ചെയ്യാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ മഹത്തായ മുഅ്ജിസത്തിനെ കുറിച്ച് പഠിക്കേണ്ടതും അറിയേണ്ടതും അതിൽ നിന്നുള്ള ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതും ഒരു വിശ്വാസി എന്ന നിലക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഇമാം ബുഖാരി അടക്കമുള്ള എല്ലാ ഹദീസു ഗ്രന്ഥങ്ങളും ഈ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകന്റെ മക്ക സീറയിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ട വിഷയവും ഇതാണ്. ഒരു പ്രമുഖരായ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരി തന്നെ വ്യത്യസ്തരായ പ്രമുഖ സഹാബികളിൽ നിന്ന് 5ഓളം സംഭവങ്ങൾ അതിൽ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ മക്ക സീറയിൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പ്രവാചകന്റെ നെഞ്ചു പിളർത്തിക്കൊണ്ട്, ആ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്, ഹലീമ ബീബിയുടെ അടുക്കൽ മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് നെഞ്ചു പിളർക്കുകയും അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തു കളഞ്ഞുകൊണ്ട് ഹാദാ ഹല്ലു ശൈത്താൻ, ഇത് പിശാചിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ വന്നുകൊണ്ട് പ്രവാചകന്റെ നെഞ്ചു പിളർത്തുകയും എന്നിട്ട് പ്രവാചകന്റെ ആ ഹൃദയം സംസം കൊണ്ടും അതുപോലെ തന്നെ ഈമാൻ നിറച്ച സ്വർണ്ണ തളിക കൊണ്ടും കഴുകുകയുണ്ടായി. അതിനുശേഷം അത് നേരെയാക്കുകയും ശേഷം ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തെ കൊണ്ടുവരികയും ചെയ്തു. നാം കേട്ട ചരിത്രമാണ്.
വളരെ 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 ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബുറാഖ് എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ മിന്നൽ എന്നാണ്. പ്രകാശമെന്ന് അല്ലെങ്കിൽ മിന്നൽ എന്നൊക്കെയാണ് ബുറാഖ് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയായിരുന്നു ആ ജീവി സഞ്ചരിച്ചിരുന്നതും, അതിശീഘ്രമായിരുന്നു. ഹദീസുകളിൽ ഇത് കാണാം. ഊതീതു ബിൽ ബുറാഖ് വഹുവ ദാബത്തുൻ അബിയദുൻ തവീൽ ഫൗഖൽ ഹിമാർ വദൂനൽ ബഗ്ലി എന്ന് ബുഖാരിയിൽ കാണാവുന്നതാണ്. ഒട്ടകത്തേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതുമായ ഒരു പ്രത്യേക തരം മൃഗമായിരുന്നു അത് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖ് എന്ന് പറയുന്ന ആ വാഹനത്തിൻ്റെ പുറത്ത് കയറുകയാണ്. അതിശീഘ്രം ആ വാഹനം നാം ഇപ്പോൾ പറഞ്ഞ 1480 കിലോമീറ്ററുകൾ മറികടക്കാൻ, നിമിഷ നേരങ്ങളെ കൊണ്ട് മറികടക്കാൻ അതിശീഘ്രം സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴി മധ്യേ ഞാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖബറ് കണ്ടു. മറർത്തു അലാ മൂസ ലൈലത്തു ഉസ്രിയ ബി ഇൻദൽ കസീബിൽ അഹ്മരി. ഒരു ചുവന്ന മണൽക്കുന്നിൻ്റെ അടുത്തായിക്കൊണ്ട് ഞാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖബറ് കണ്ടു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ, അവിടെ മസ്ജിദുൽ അഖ്സയിൽ എത്തിച്ചേരുകയാണ്. പ്രവാചകന്റെ ഈ യാത്രയിലെ ഫസ്റ്റ് പോയിന്റ് അവിടെയാണ്. അവിടെ പ്രവാചകൻ ഇറങ്ങി. അവിടെ ഒരു വട്ടക്കണ്ണിയിൽ ഈ പ്രവാചകന്മാരെല്ലാം കെട്ടിയിടുന്ന ഒരു കുളത്തിൽ ആ മൃഗത്തെ ബന്ധിച്ചു എന്നും മറ്റ് റിപ്പോർട്ടുകളിൽ ചിലപ്പോൾ വ്യത്യസ്തമായ രൂപങ്ങളും കാണാവുന്നതാണ്. ഒരു കല്ലിന് ദ്വാരമുണ്ടാക്കി അവിടെ ബന്ധിച്ചു എന്നൊക്കെ കാണാവുന്നതാണ്. അങ്ങനെ അവിടെ ബന്ധിച്ചതിന് ശേഷം പ്രവാചകൻ അതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ എല്ലാവരെയും ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അമാനുഷിക സംഭവമാണ്, മുഅ്ജിസത്താണ്. ഭൗതികമായ മാനങ്ങളെ കൊണ്ടോ അടയാളങ്ങളെ കൊണ്ടോ ഗവേഷണ പരീക്ഷണങ്ങളെ കൊണ്ടോ ഇത് തെളിയിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം 100% ഇത് വിശ്വസിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഖുർആൻ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. പ്രവാചകൻ പറഞ്ഞ, ഖുർആൻ പഠിപ്പിച്ച ഈ കാര്യം അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ ആ പ്രവാചകന്മാരെ മുഴുവനും ഹാജരാക്കി. അവിടെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിർദ്ദേശപ്രകാരം നമസ്കാരത്തിന് സമയമായപ്പോൾ അവർക്കെല്ലാവർക്കും ഇമാമായി കൊണ്ട് പ്രവാചകൻ നമസ്കരിച്ചു. അങ്ങനെ ഇമാമുൽ അംബിയാ, പ്രവാചകന്മാരുടെ ഇമാം എന്ന രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരവും നിർവഹിച്ചു. അവിടെയാണ് നാം പഠിച്ച പാലും കള്ളുമായി വരുന്നത്. പ്രകൃതിയോട് യോജിച്ച പാലിനെ പ്രവാചകൻ തെരഞ്ഞെടുത്തു. അന്ന് കള്ള് നിരോധിച്ച കാലമല്ലെങ്കിലും പ്രകൃതിയോട് അടുപ്പമുള്ളത് പാലാണ് എന്നതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാല് തെരഞ്ഞെടുക്കുകയും അത് കുടിക്കുകയും ചെയ്തു. പിന്നീട് മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കയറിപ്പോവുന്ന, ആരോഹണം നടത്തുന്ന ഒരു കോണി എന്നാണ്. മിഅ്റാജ് എന്ന രൂപത്തിൽ അങ്ങനെ മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. പ്രവാചകനെ അവിടെയുണ്ടായിരുന്ന പാറയ്ക്ക് മുകളിൽ നിന്നുമാണ് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടത് എന്നാണ് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം, അതിൻ്റെ കൃത്യമായ രൂപം എന്താണെന്ന് അറിയില്ല. ആ പാറയ്ക്ക് മുകളിൽ ഉയർത്തിവെക്കപ്പെട്ട ആ സ്ഥലത്ത് ഇന്ന് നമ്മൾ നാടുകൾ കാണാൻ പോകുന്ന സമയത്ത് അവിടെ എത്തിയാൽ ഉമവി ഭരണകാലഘട്ടത്തിൽ ആ പാറയ്ക്കുമീതെ സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ ഒരു ഖുബ്ബത്തു സഹ്റ എന്ന പേരിൽ നിർമ്മിച്ചു വെച്ചതായി കാണാവുന്നതാണ്. അവിടെ നിന്നാണ് പ്രവാചകൻ വാനലോകത്തേക്ക് ഉയരുന്നത്. 1ാമത്തെ ആകാശത്തിലെത്തി. ആ ആകാശത്തിലെത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖാല ജിബ്രീലു ലിഹാദിനിസ് സമാഇ ദുനിയ ഇഫ്തഹ്, ആകാശത്തിന്റെ പാറാവുകാരനോട് ആ ആകാശം തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരാണ്? ജിബ്രീലാണ്. ആരാണ് കൂടെ? മുഹമ്മദാണ് കൂടെ. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ള സമയമായോ? സമയമായി. അങ്ങനെ വാതിൽ തുറക്കപ്പെട്ടു. അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ വെച്ചുകൊണ്ട്
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ അബൂക ആദം ഫസല്ലിം അലൈഹി ഫസല്ലിംതു. നീ ഇതാണ് നിന്റെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അബുൽ അംബിയ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാണിത്. നീ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി സലാം പറയുക. അങ്ങനെ ഞാൻ ചെന്നു, അവിടെ ചെന്ന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി, എന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹി വൻ നബിയ്യി സ്വാലിഹി. എൻ്റെ ഏറ്റവും നല്ല മകനും ഏറ്റവും നല്ല പ്രവാചകനും സ്വാഗതം, കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ സ്വാഗതം ചെയ്തു. പിന്നീട് ഓരോ ആകാശങ്ങളിലും പല പല പ്രവാചകന്മാരെ കണ്ടു. ഇൻഷാ അള്ളാഹ് പിന്നീട് അതിൻ്റെ വിവരണത്തിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. ആ ആകാശങ്ങളിലെല്ലാം പ്രവാചകന്മാരെ കാണുകയും ഇതേ ചോദ്യവും ഉത്തരവും ആവർത്തിക്കുകയും ചെയ്തു. ആരാണ്? ജിബ്രീലാണ്. ആരാ കൂടെ? മുഹമ്മദാണ്. എത്താൻ സമയമായോ? ആയി. അങ്ങനെ വാതിൽ തുറക്കപ്പെടുകയും ഓരോ പ്രവാചകന്മാരെ കാണുകയും ചെയ്തു. അവിടെ നിന്നെല്ലാം മർഹബൻ ബിൽ അഖി സ്വാലിഹി വൻ നബിയ്യി സ്വാലിഹി, ഏറ്റവും നല്ല പ്രവാചകനും ഏറ്റവും നല്ല സഹോദരനും സ്വാഗതം എന്നാണ് പറഞ്ഞത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഏറ്റവും നല്ല മകന് സ്വാഗതം എന്നാണ്. ബാക്കിയുള്ള പ്രവാചകന്മാർ പറഞ്ഞത് ഏറ്റവും നല്ല സഹോദരന് സ്വാഗതം എന്നാണ്. അങ്ങനെ ഏഴാമത്തെ ആകാശത്തെത്തിയപ്പോൾ അവിടെയുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവിടെയും ഇതേ രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടു. ശേഷം പറഞ്ഞു, ഹാദാ അബൂക ഫസല്ലിം അലൈഹി, ഇത് നിന്റെ പിതാവാണ്, ചെന്ന് സലാം പറയുക എന്ന്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സ്വാലി, ആദം നബി പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മകന് ഏറ്റവും നല്ല പ്രവാചകന് സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാർ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും പറഞ്ഞ പദം ബിൽ ഇബ്നി സ്വാലിഹി എന്നാണ്. ബാക്കി പ്രവാചകന്മാർ പറഞ്ഞത് ബിൽ അഖി സ്വാലിഹി എന്നാണ്. ഒന്ന് അബുൽ അംബിയ ആണ്, പ്രവാചകന്മാരുടെ പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ ബഷറാണ്. അപ്പൊ രണ്ടു പേരുടെ, അബുൽ ബഷർ എന്ന് പറയുന്ന മനുഷ്യരാശിയുടെ പിതാവും അബുൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും അവർ അഭിസംബോധന ചെയ്തത് ഏറ്റവും നല്ല മകന് സ്വാഗതം എന്ന രൂപത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആകാശത്തിൽ കണ്ടിട്ടുള്ള ചില പ്രവാചകന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതാണ്. ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ പറഞ്ഞത്, ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യ എന്നാണ്. നിന്നെ ഞാൻ ഉയർത്തുകയാണ്, ജീവിച്ചിരിപ്പുണ്ട്, എവിടെയാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം കൊല്ലപ്പെടാതെ ഉയർത്തപ്പെട്ടതാണ്. അദ്ദേഹം മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒത്ത ഉയരമാണ് അദ്ദേഹത്തിന്, ചുവപ്പും വെള്ളയും കലർന്ന നിറമാണ്, നീണ്ട മുടിയാണ്, അതിൽ നിന്ന് വെള്ളമിങ്ങനെ ഉറ്റിയുറ്റി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. കഅന്നമാ ഖറജ മിൻ ദീമാസ്, അദ്ദേഹം ബാത്റൂമിൽ നിന്ന് വരുന്നത് പോലെയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ ദർശിച്ചത്, കണ്ടത് എന്ന് പ്രവാചകൻ പറയുകയാണ്. മറ്റൊരാകാശത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ഇദാ ഹുവ ഖദ് ഉഴ്തിയ ശത്റൽ ഹുസ്ൻ, ഈ സൗന്ദര്യത്തിന്റെ പകുതിയും അദ്ദേഹത്തിനാണ് നൽകപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന്. നമുക്ക് ചരിത്രത്തിൽ അറിയാം, ഇംറഅത്ത് അസീസിന്റെ കഥ പറയുന്ന സൂറത്ത് യൂസുഫിന്റെ സംഭവങ്ങളിലൊക്കെ അവിടെ കൂടിയിട്ടുള്ള സ്ത്രീകൾ അവരുടെ കൈകൾ മുറിച്ചുപോയ വഖത്തഴിന ഐദിയഹുന്ന, അവർ അവരുടെ കൈകൾ മുറിച്ചുപോയി ഇദ്ദേഹത്തെ കണ്ട ആ അത്ഭുതകരമായ സൗന്ദര്യം കണ്ടിട്ട് എന്നൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ വാനലോകത്ത് കണ്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശദീകരിക്കുകയാണ്. മൊത്തം സൗന്ദര്യത്തിന്റെ പകുതിയും അദ്ദേഹത്തിനാണ് നൽകപ്പെട്ടത് എന്ന്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, കഅന്നഹു റിജാലി ഷാനുഅ, അദ്ദേഹം യമനിലെ ഒരു ഗോത്രമായ ചുരുണ്ട മുടിയുള്ള ഒരു പ്രത്യേക തരം ആളുകളെ പോലെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെയും കണ്ടു സംസാരിച്ചു. മൂസാ നബിയോട് സംസാരിച്ച് അല്പം മുന്നോട്ട് നീങ്ങിയപ്പോ മൂസാ നബി ഇങ്ങനെ കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് കരയുന്നത്? മൂസാ നബി മറുപടി പറഞ്ഞു, ഫലമ്മാ തജാവസ്തു ബക ഖീല മാ യുബ്കീക്. അപ്പോൾ മൂസാ നബി പറയുന്നത്, അബ്കീ ലി അന്ന ഗുലാമൻ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തിഹി അക്സറു മൻ യദ്ഖുലുഹാ മിൻ ഉമ്മത്തി. എൻ്റെ ശേഷം ഒരു മകൻ വരും, ഒരു മോന് വരും.
പ്രവാചകനായിക്കൊണ്ട് കടന്നു വരും. എൻ്റെ സമുദായത്തിൽ നിന്ന്, അഥവാ ബനു ഇസ്രായേലിലെ പ്രവാചകനാണ്. ഒരുപാട് മനുഷ്യരുള്ള സമൂഹമാണ്. എൻ്റെ സമൂഹത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും അധികം ഈ വരുന്ന മകനിൻ്റെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായ ആളുകൾ സ്വർഗത്ത് പോകും എന്ന വിഷമമാലോചിച്ച് കരഞ്ഞു പോയത്, അഥവാ നല്ല കാര്യത്തിൽ അസൂയ പറ്റും എന്നൊരു ഗുണപാഠവും കൂടി ഈ സംഭവത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ആ സംഭവം ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഏറ്റവും അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, പ്രവാചകൻ ഇബ്രാഹിം നബിക്ക് ഏറ്റവും സാമ്യം എന്നോട് തന്നെയാണ് ഏറ്റവും സാമ്യമായിട്ടുള്ളത്. ഞാൻ ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്രിയ, ഞാൻ ആ രാത്രിയിൽ പ്രവാചകനെ കണ്ടു. യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, മുഹമ്മദേ നീ നിന്റെ ആളുകൾക്ക് എൻ്റെ സലാം അറിയിക്കുക. വഅഖ്ബിർഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, നീ പറഞ്ഞു കൊടുക്കണം സ്വർഗം എന്നത് ഏറ്റവും നല്ല മണ്ണാണത്, ഏറ്റവും നല്ല വെള്ളമാണ് അവിടെയുള്ളത്. അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ചെടികൾ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്ന ദിക്റുകളും ദുആകളും ഒക്കെയാണ് ആ സ്വർഗത്തിലെത്താനുള്ള നടേണ്ട ചെടികൾ എന്ന് പ്രവാചകരെ അങ്ങ് താങ്കളുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്. ഇബ്രാഹിം നബിയുള്ളത് ആകാശത്തിലെ കഅബ എന്ന് പറയുന്ന ബൈത്തുൽ മഅമൂറിലാണ്. ആ ബൈത്തുൽ മഅമൂർ ആകാശത്തിലെ കഅബ എന്നാണ് അറിയപ്പെടുന്നത്. 70,000 മലക്കുകൾ ഒരു സമയത്ത് അവിടെ ആരാധന നടക്കുന്നുണ്ട്. ആ ഒറ്റത്തവണ മാത്രം, ലൈഫ് ടൈമിൽ ഒറ്റത്തവണ മാത്രമാണ്. ആ മലക്കുകൾ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അതേ രൂപത്തിൽ അടുത്ത വക്താകുമ്പോൾ അടുത്ത 70,000 ആ ബൈത്തുൽ മഅമൂർ എന്ന ആകാശത്തിലെ കഅബയിലേക്ക് ആരാധന നടത്താൻ വേണ്ടി പോകുന്നത്. അവരും തിരിച്ചു വരുന്നില്ല. അഥവാ ഒറ്റത്തവണ അതിലേക്ക് കയറുന്ന മലായിക്കത്തുകൾ പിന്നീട് തിരിച്ചു വരുന്നില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ സൈന്യം അവിടെ എത്രയുണ്ടാകും? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹുവിൻ്റെ സൈന്യത്തെക്കുറിച്ച് അവന് മാത്രമേ അറിവുള്ളൂ. ഓരോ ദിവസവും ഇങ്ങനെ 70,000 മലായിക്കത്തുകൾ അവിടെ കയറി ഇറങ്ങി ആരാധന നിർവഹിച്ച് പിന്നീട് പുതിയ ആളുകൾ കയറുന്നുവെങ്കിൽ എത്രയായിരിക്കും അള്ളാഹുവിൻ്റെ സൈന്യം? ആ ആകാശത്തിലെ ബൈത്തുൽ മഅമൂർ എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നു, നമ്മുടെ ഇവിടത്തെ കഅബയുടെ ഒത്ത മുകളിലാണ്. ബൈത്തുൽ മഅമൂർ എങ്ങാനും താഴേക്ക് പതിച്ചാൽ നമ്മുടെ ഭൂമിയിലെ കഅബയുടെ മുകളിലാണ് അതുണ്ടായിരിക്കുക എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ ഭൂമിയിലുള്ള കഅബാലയം നിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിലെ കഅബയുടെ ചാരത്തു തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. ഇവിടെ ഓരോ ആകാശങ്ങളിലും കണ്ട ഒരുപാട് പ്രവാചകന്മാർ അവരെ ഏതെങ്കിലും ഒരു പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരുമിച്ച് കൂട്ടിയതല്ല, മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നതാണ്. ഉലുൽ അസ്മിൽപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ട്. ഖുർആനിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രം പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ട്. എന്നാൽ പ്രാധാന്യത്തോടു കൂടി നാം പഠിക്കുന്ന സൂറത്തുകളുടെ പേരുകൾ വരെ നൽകപ്പെട്ടിട്ടുള്ള യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിത്രം അവിടെയില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചിത്രമില്ല. അങ്ങനെ പലരുടേതുമില്ല. കുറേ ആളുകളെ അള്ളാഹു അവിടെ ഹാജരാക്കി. എന്തിനാണ് അങ്ങനെ ഹാജരാക്കിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ ആ പ്രവാചകൻ അവിടെ ദർശിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള, നേരിട്ട് അവ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള ആ പ്രവാചകന്മാരും അവിടെ സമൂഹവും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രവാചകന്റെ ജീവിതവും അതുപോലെയുള്ള കാര്യങ്ങളുമായി ഒട്ടേറെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അവർ പലതും അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ പ്രവാചകന്മാർ പരസ്പരം പങ്കാളികളായി. അവിടെ നിന്ന് അങ്ങോട്ട്, അഥവാ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് വീണ്ടും പ്രവാചകൻ ഉയർത്തപ്പെടുകയാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്ഥലം, അഥവാ ഏറ്റവും അങ്ങേയറ്റം. മുൻതഹ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേയറ്റം എന്നാണ്. ഏറ്റവും അങ്ങേയറ്റത്തിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിൻ്റെ അർശാണ്.
അവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിൻ്റെ അർഷാണ്. അർഷിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തിനാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്. അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തപ്പെടുകയാണ്. പ്രവാചകന്റെ വരവ് പ്രമാണിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ രൂപമാണ് അവിടെയുള്ളത്. ആ മരത്തിൻ്റെ കായ് ഗനികളെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ വിശാലമായി വിശദീകരിച്ച് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി. അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായ രൂപത്തിൽ കണ്ടു. പ്രവാചകന്റെ അടുക്കൽ പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിരുന്നത് മനുഷ്യരൂപത്തിലായിരുന്നു. ദിഹിയ അൽ കൽബി എന്ന് പറയുന്ന ബനു കൽബ് ഗോത്രത്തിലെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ, അതിസുന്ദരനായ രൂപത്തിൽ. അങ്ങനെയായിരുന്നു ഭൂമിയിൽ പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നിരുന്നത്. ഒരു തവണ ആദ്യം വഹി ലഭിച്ച് പിന്നീട് ആകാശത്ത് നിന്നൊരു കാഴ്ച കണ്ട ആ സമയത്തും പിന്നീട് മേറാജിന്റെ ഈ സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൂർണ്ണ രൂപത്തിൽ കാണുകയാണ്. അന്നഹു റഅ ജിബ്രീൽ ലഹു 600 ജനാഹ്, 600 ചിറകുകളോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക രൂപമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അവിടെ നിന്ന് പ്രവാചകൻ ആ ആകാശ ലോകത്ത് നിന്ന് അവിടെ നിന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഉള്ള നിർദ്ദേശം ലഭിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് നിരോധിത മേഖലയാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന അവിടെ നിന്ന് അങ്ങോട്ട് ജിബ്രീലിന് പോലും പ്രവേശനമില്ല. അവിടേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ മഹത്തായ സ്ഥാനം ലഭിച്ചിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പോലും എനിക്ക് പടച്ചോനെ ഒന്ന് കാണാൻ പൂതിണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മലന്റെ മുകളിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് പ്രകാശം വന്നപ്പോൾ ബോധം കെട്ടുപോയതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയതാ അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള പ്രവേശനമായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശിക്കാൻ നിർവാഹമില്ല, അനുവാദമില്ല. അതുകൊണ്ട് മുഹമ്മദേ, താങ്കളുടെ റബ്ബുമായി മുലാഖാത്തിന് വേണ്ടി പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുകളിലേക്ക് പോകാനുള്ള അവസരം നൽകുകയാണ്. വെളിയങ്കോട് ഉമർ ഖാലി തൻ്റെ മുഹമ്മസായ കവിതയിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുഅബൻ വവദ്ദൽ വഖതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം വെളിയങ്കോട് ഉമർ ഖാലി അദ്ദേഹത്തിൻ്റെ കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് കയറിപ്പോകുന്നത്, അഥവാ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന എല്ലാറ്റിൻ്റെയും തുടക്കം അവിടെയാണ്, എല്ലാം എത്തിപ്പെടുന്നതും അവിടെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അർശാണ്. അർശ് എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒരു വിശാലമായ മരുഭൂമി, അതിനിടയിലുള്ള ഒരു മോതിരം കണക്കെയാണ് ഈ ഭൂമിയും പ്രപഞ്ചവും ബാക്കിയുള്ളതുമെല്ലാം. അതുപോലെയാണ്, വിശാലമായതാണ് അർശ് എന്നാണ്. അങ്ങോട്ടുള്ള പ്രവേശനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ കൃത്യമായി പഠിക്കുവാനും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീക്കും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ മഹത്തായ ഒരു മുഅ്ജിസത്ത് ഇസ്രാ മിഅ്റാജ് എന്നത്, അത് പ്രവാചകന് ഒരു ആശ്വാസവും സമ്മാനവുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരുപാട് ചരിത്രങ്ങൾ ഇനിയും നമുക്കറിയുവാനുണ്ട്. ചരിത്രം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാഠമാണ്, ഒരു ഭാഗമാണ്.
മുന്നോട്ടുള്ള ചലനത്തിനുള്ള സഞ്ചാരത്തിനുള്ള ഒരു ആത്മാവും പ്രചോദനവുമാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രവാചകൻ്റെ ഈ യാത്രയിൽ തന്നെ പ്രവാചകൻ കണ്ട ഒരുപാട് കാര്യങ്ങൾ, അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, പ്രവാചകൻ ദർശിച്ച കണ്ടിട്ടുള്ള നരകം, പ്രവാചകൻ കണ്ടിട്ടുള്ള സ്വർഗം, ആ നരകത്തിലുള്ള കുറേ ആളുകൾ എന്തിനവർ നരകത്തിൽ പോയി എന്ന് പറയുന്നത്, സ്വർഗത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥ, ആ സ്വർഗത്തിൻ്റെ അവസ്ഥകൾ, ഇതെല്ലാം ഇതിൻ്റെ ഗുണപാഠമായി പ്രവാചകൻ കണ്ടത് വിശദീകരിക്കുവാനും പറയുവാനും നമുക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് നമ്മുടെ ഈമാനിനെ സുരക്ഷിതമാക്കുവാനുമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ നമുക്ക് വിശദീകരിക്കുവാനുള്ളതാണ്. അള്ളാഹു അതെല്ലാം കേൾക്കുവാനും അറിയുവാനും ഇസ്ലാമിക ചിട്ടയോടുകൂടി ഒരു നല്ല മുസ്ലിമായി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീവ്ര പരീക്ഷണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു സമാധാനമായി സംരക്ഷണമായി ലഭിച്ചിട്ടുള്ള ആ ഇസ്രാ മിഅ്റാജിൽ നിന്ന് ശരിയായ ഗുണപാഠം നരകത്തിൽ പ്രവേശിക്കാതിരിക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും വേണ്ടി പ്രവാചകൻ കണ്ട ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതനുസരിച്ചു കൊണ്ട് ജീവിച്ച് അവൻ്റെ സ്വർഗം നേടുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ, വിശ്വാസിനികൾ, സഹോദരി സഹോദരങ്ങൾ, പടച്ചവനെ അവരെല്ലാവരും ഒറ്റക്ക് ബർസഖിയായ ജീവിതത്തിലാണ്. പടച്ചവനെ നീ അവരെ തുണക്കണമേ. പടച്ചവനെ നീ അവർക്ക് സഹായകമാകണമേ. സ്വർഗത്തിൻ്റെ ആ വെളിച്ചം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ബർസഖി ജീവിതത്തിലുള്ള വിശ്വാസിനികളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവെ, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിച്ചു തരണമേ റഹ്മാനെ. പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പ്രായാധിക്യത്തിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കുടുംബം എന്നത് ഒരു സ്വർഗമാണ്, കുടുംബം എന്നത് കൺകുളിർമയാണ്. അങ്ങനെ കാണാനും അറിയാനും അനുഭവിക്കാനും കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.